എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 3 പേർക്ക് സെർവ് ചെയ്യാവുന്ന പാകത്തിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് അതനുസരിച്ച് വെണ്ടയ്ക്കയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുക. വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ അങ്ങ് പൊടി പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട്, അതായത് പുളിയുള്ള തക്കാളി നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. 1.5 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അതുപോലെ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇതിനകത്തുനിന്ന് മാറ്റി കൊടുക്കുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വെണ്ടയ്ക്കൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിലും താഴെയാണ് ചെറിയ ജീരകം എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുകും ചെറിയ ജീരകവും നല്ലപോലെ പൊട്ടി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക വെച്ചാൽ നമുക്ക് എളുപ്പം തന്നെ സവാള വഴണ്ടി കിട്ടും. സവാള അങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാളയുടെ കളറൊക്കെ നല്ലപോലെ മാറി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിലൊന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് തീ കുറച്ച് വയ്ക്കണം കേട്ടോ. അതവിടെ ഇരുന്ന് ഫ്രൈ ആവണ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി എടുക്കുമ്പം അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി തക്കാളി നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. നമ്മളിങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ അരിഞ്ഞ് ചേർക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം എടുക്കും വഴണ്ടി കിട്ടാനായിട്ട്. ഇതാവുമ്പം എളുപ്പം തന്നെ കറി റെഡിയാക്കി എടുക്കാം. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4-5 കാഷ്യൂ നട്ട്സ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കറിക്ക് നല്ല തിക്നെസ് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഈ ഒരു ഫ്ലേവറോട് കൂടി കറി കഴിക്കാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഇല്ലെങ്കിൽ അത് ചേർക്കാതെ നമ്മൾക്ക് കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ വഴറ്റി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ വെണ്ടയ്ക്കയിലേക്ക് ആ ഒരു മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം.
അപ്പം ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാഷ്നട്ട്സ് അരച്ച ജാറുണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളം. എന്നിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിന്ന് തിക്കായിട്ടുള്ളൊരു കറിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഇതൊരുപാട് സമയം ഇനി അടച്ചു വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 4 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം തിളപ്പിച്ചെടുത്താൽ ആ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോകും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം നല്ല തിക്കായിട്ട് വരും. കാഷ്നട്ട്സൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. കുറച്ച് ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണിലും താഴെ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടെ കൂടും. കണ്ടില്ലേ, ഇപ്പം നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കറി തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുക. അപ്പോൾ നാളികേരം ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെണ്ടയ്ക്ക കൊണ്ട് കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നുപോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.